നമ്മുടെ ആത്മീക പിതാവ് അഭിയുതനായ കുറിയാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി ഈ സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തിയിട്ട് 35 വർഷമായി. ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ ഉൾപ്പെടെയുള്ള ആ ബാച്ചിൽ പെട്ടതാണ് ഈ തിരുമേനിയും എന്നുള്ളത് നമുക്കറിയാം. തിരുമേനിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട, എങ്കിലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, നിങ്ങൾ കാണാത്തതും അറിയാത്തതുമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് പ്രസ്താവിക്കാം. അതിലൊന്ന് ഇപ്പോഴത്തെ പരിശുദ്ധ ബാവയെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചുള്ളതാണ്. അന്ന് ചെറിയ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. തിരുമേനിയായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അന്ന് ഈ കാര്യങ്ങളെല്ലാം നേതൃത്വം നൽകി സഭയെ ഏൽപ്പിച്ചത്. പരിശുദ്ധ സുന്നകദോസ് കൂടി തിരുമേനി പറഞ്ഞു നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. തിരുമേനി തന്നെ കുറിയലായിസോൻ വിളിച്ചു. ആ കുറിയലായിസോൻ വിളി കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഇതിനകത്തുണ്ടാകുമെന്ന്. തിരുമേനി അതിന് ശേഷമാണ് കുറേ സമയം, ഒരു 10 മിനിറ്റോളം ഞങ്ങളെല്ലാവരും കണ്ണടച്ചിരുന്ന് കുറിയലായിസോൻ വിളിച്ചു. അതിനുശേഷമാണ് അതിന് ഡിസ്കഷനിലേക്ക് പ്രവേശിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു 10-15-20 മിനിറ്റിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. തിരുമേനിയുടെ ആ നേതൃത്വവും പ്രാർത്ഥനയും എന്ന് ഞാൻ വളരെയധികം നന്ദിയോടെ ഓർക്കുകയാണ്. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ തിരുമേനിയോടത് പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പറയും തിരുമേനി പ്രകൃതി സ്നേഹിയാണെന്ന്. തിരുമേനിയോട് പക്ഷിമൃഗാദികൾക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. ഞാനൊരു ദിവസം അരമനയിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾക്കറിയാം തിരുമേനി അവിടെ ഇരിക്കുന്ന സ്ഥലം അറിയാം, ആ കൗച്ചയിൽ അവിടെ ഇരിക്കുമ്പോൾ തിരുമേനി ഒന്ന് മയങ്ങിപ്പോയി. അപ്പോൾ ഞാനതിന് ഇങ്ങേപ്പുറത്തെ കസറയിൽ ഞാനിരിപ്പുണ്ട്. ഞാൻ നോക്കിയപ്പോൾ പ്രധാന വാതിലിലൂടെ 2 കിളികൾ പതുക്കെ നടന്നു വന്ന് തിരുമേനിയുടെ അടുത്ത് വരെ വന്നു. തിരുമേനി ഉറങ്ങുകയാണ്, ഈ കിളികൾ തിരുമേനിയുടെ അടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു എന്നെ കണ്ടത്. അന്നേരം അത് പറന്നുപോയി. ഞാൻ പറഞ്ഞത്, ഈ ആ പക്ഷികൾക്ക് തിരുമേനിയെ ഭയമില്ലാതെ അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണമുള്ള എന്തോ ഒരു വേവ് ലെങ്ത് ഉണ്ട്. ഞാനിത് എഴുതിയിട്ടുണ്ട് തിരുമേനിയെക്കുറിച്ച്. ഈ തിരുമേനിയുടെ പശുവൊക്കെ പ്രസവിക്കുന്ന സമയത്ത്, സ്വന്തം ഒരു മകൾ പ്രസവിക്കുമ്പോൾ അപ്പനുണ്ടാകുന്ന അതേ വേദന ഞാൻ കണ്ടിട്ടുണ്ട്. പശുവിൻ്റെ പുറത്തൊക്കെ തലോടി വർത്തമാനം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചെടിയുടെ ഇലയിലൊക്കെ പിടിച്ചിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രമാത്രം ഈ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നു. അതൊക്കെ ഒരു ദൈവികതയുടെ അനുഭവമാണെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ഒരു പിതാവിനെയാണ് നമുക്ക് ലഭിച്ചത്. ആ പിതാവിൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും നേതൃത്വവും നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ്. ഞങ്ങൾ കൊച്ചുമക്കളുടെ എല്ലാവരുടെയും ആദരവ് തിരുമേനിയെ അറിയിക്കുന്നു. 35 വർഷം ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നേതൃത്വം നൽകുവാനും ആയുരാരോഗ്യത്തോടെ അങ്ങ് വാണാലും എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ആദരവുകളും ഇടവകയുടെയും ഭദ്രാസനത്തിൻ്റെയും ആദരവുകൾ അറിയിക്കുന്നു.